നമസ്കാരം. ശബരിമല കട്ടിളപ്പാളി സ്വർണവും ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികളും കൊള്ളയടിച്ച കേസിൽ പ്രതിയായി 3.5 മാസത്തോളം ജയിലിൽ കിടന്ന മുതിർന്ന CPM നേതാവിനെതിരെ ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപടിയെടുക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻ കോന്നി MLAയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A. പത്മകുമാറിനെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന് തീരുമാനിക്കാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ പാർട്ടി സംസ്ഥാന നേതൃത്വം ചുമതലപ്പെടുത്തി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് നടപടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്നാണ് അറിയുന്നത്. പക്ഷേ ഇവിടെയാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ ഒരു രാഷ്ട്രീയ കാപട്യം തിരിച്ചറിയേണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് 105 ദിവസത്തോളം ജയിലിൽ അടച്ചിട്ടും അന്ന് ഈ ഒരു നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നീക്കാനോ പിണറായി വിജയനും സംസ്ഥാന നേതൃത്വവും അന്ന് തയ്യാറായിരുന്നില്ല. വെറുതെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന വെറും പ്രഹസനം മാത്രമാണ് ഇതുവരെ നടത്തിയിരുന്നത്. കഴിഞ്ഞ ആഴ്ച പോലും പത്മകുമാറിനെ കണ്ട് പാർട്ടി അംഗത്വം പുതുക്കിച്ചവരാണിവർ. അന്ന് ഒരിക്കലും അനങ്ങാതിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിന് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടായതിന് പിന്നിൽ കൃത്യമായ ചില കള്ളക്കളികളുണ്ട്. തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടിൽ ആദ്യം ഈ സ്വർണ്ണക്കൊള്ള ആരോപണം സംസ്ഥാന നേതൃത്വം വളരെ സുരക്ഷിതമായി മയപ്പെടുത്തി എഴുതി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ നടപടി പരാമർശിക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു വിഭാഗം ശഠിച്ചതോടെയാണ് ഒടുവിൽ നേതൃത്വം തിരുത്തലിന് തയ്യാറാവുന്നത്. സത്യത്തിൽ അടുത്തിടെ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗങ്ങളിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കീഴ്ഘടകങ്ങളിൽ നിന്ന് വരെ കടുത്ത വികാരമാണ് നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നത്. ഈ വമ്പൻ തെരഞ്ഞെടുപ്പ് തകർച്ചയുടെ യഥാർത്ഥ കാരണം പിണറായി വിജയന്റെ കടുംപിടുത്തങ്ങളും MV ഗോവിന്ദന്റെ പരാജയ നയങ്ങളുമാണെന്ന ചർച്ചകൾ താഴെത്തട്ടിൽ സജീവമാണ്. നേതൃത്വത്തിന് നേരെ അണികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ഈ ഒരു കനത്ത വിചാരണയെയും ചോദ്യം ചെയ്യലുകളെയും എങ്ങനെയും വഴിതിരിച്ചുവിടണം. അതിനായി ജനങ്ങളുടെയും അണികളുടെയും കണ്ണിൽ പൊടിയിടാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധം പത്മകുമാറാണെന്ന് പിണറായിയും സംഘവും തിരിച്ചറിഞ്ഞു. പാർട്ടിയുടെ തോൽവി ചർച്ച ചെയ്യുന്നതിൽ നിന്നും അണികളുടെ ശ്രദ്ധ മാറ്റാനും തങ്ങൾ തെറ്റുതിരുത്താൻ തയ്യാറാകുന്നു എന്ന് വരുത്തി തീർത്ത് അണികളെ കബളിപ്പിക്കാനുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വെറും ഒരു നാടകം മാത്രമാണ് ഈ വൈകി വന്ന നടപടി നീക്കം. അന്ന് ജയിലിൽ കിടന്ന സമയത്ത് A. പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനനായി പറഞ്ഞ ഒരു വാചകമുണ്ട്: ദൈവതുല്യരായ ആളുകളെ താൻ വിശ്വസിച്ചു, അവർ എന്നെ ചതിക്കില്ല എന്ന്. പത്മകുമാറിനെ സംബന്ധിച്ച് ആ ദൈവതുല്യരായ നേതാക്കൾ മറ്റാരുമല്ല, പാർട്ടിയിലെ പരമാധികാരിയായ പിണറായി വിജയൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്ന് രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. ഭരണം നഷ്ടമായതോടെ പിണറായി വിജയൻ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിലോ പ്രത്യേക അന്വേഷണ സംഘത്തിന്മേലോ യാതൊരുവിധ അധികാരവുമില്ല. ഇപ്പോൾ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ള പ്രമുഖരെ ചോദ്യം ചെയ്യാനായി പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. കവർച്ച പത്മകുമാറിന്റെ കൂടി അറിവോടെയാണെന്നും തട്ടിപ്പിന് നേതൃത്വം നൽകിയ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് അടുത്ത ബന്ധമുണ്ടെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ SIT വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ പത്മകുമാറിനെ ഇനി പലതും തുറന്നു പറയേണ്ടി വരും. കാരണം ജയിൽവാസം ഒഴിവാക്കാൻ അന്ന് താൻ വിശ്വസിച്ച ആ ദൈവതുല്യരായ വലിയ നേതാക്കളുടെ പേരുകൾ പത്മകുമാറിന് കോടതിക്ക് മുന്നിൽ വിളിച്ചു പറയേണ്ടതായി വരും. ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ കുതന്ത്രം ഒളിഞ്ഞിരിക്കുന്നത്. പത്മകുമാർ ഇനി SITക്ക് മുന്നിൽ പിണറായി വിജയന്റെയോ മറ്റു ഉന്നത നേതാക്കളുടെയോ പേരുകൾ വിളിച്ചു പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി ഇപ്പോഴേ തറക്കല്ലിടുകയാണ്. പത്മകുമാറിനെതിരെ ഇപ്പോൾ നടപടിയെടുത്താൽ നാളെ ഇയാൾ പാർട്ടിക്കെതിരെയോ നേതാക്കൾക്കെതിരെയോ മൊഴി നൽകിയാൽ അത് പാർട്ടി നടപടിയെടുത്തതിന്റെ വൈരാഗ്യത്തിൽ പത്മകുമാർ നടത്തുന്ന വെറും പകപോക്കലാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിയും. അതായത് വരാനിരിക്കുന്ന വലിയ നിയമക്കുരുക്കിൽ നിന്ന് പിണറായിയും മറ്റു വമ്പൻ സ്രാവുകളെയും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകൂർ ജാമ്യം മാത്രമാണ് പത്മകുമാറിനെതിരെയുള്ള ഈ ഒരു പുറത്താക്കൽ നാടകം. അയ്യപ്പന്റെ സ്വർണം കവർന്ന കള്ളന്മാരെ വർഷങ്ങളോളം തോളിലിരുത്തി സംരക്ഷിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ സ്വന്തം കസേര ഇളകിയപ്പോൾ കൈ കഴുകാൻ നോക്കുന്നത് ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അണികളെയും പൊതുസമൂഹത്തെയും കബളിപ്പിക്കാൻ നോക്കുന്ന ഇത്തരം കപട നാടകങ്ങൾ ഇനി കേരളത്തിൽ വിലപ്പോകില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ A. പത്മകുമാറിനെതിരെ ഒടുവിൽ CPM നടപടിക്കൊരുങ്ങുന്നത് വെറും രാഷ്ട്രീയ പ്രഹസനമാണ് എന്ന് തന്നെ പറയാം. പത്മകുമാർ ജയിലിൽ കിടന്നപ്പോൾ സംരക്ഷിക്കുകയും തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ അണികളുടെ ശ്രദ്ധ തിരിക്കാൻ ഇപ്പോൾ ബലിയാടാക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് രീതി ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഭരണം പോയതോടെ പിണറായി വിജയന് പോലീസ് സംവിധാനങ്ങളിൽ സ്വാധീനമില്ലാതായ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന വലിയ SIT അന്വേഷണത്തിൽ നിന്ന് സ്വന്തം നേതാക്കളെ രക്ഷിച്ചെടുക്കാനുള്ള മുൻകൂർ അടവാണിത്. നാളെ പത്മകുമാർ ചോദ്യം ചെയ്യലിൽ ഉന്നതരുടെ പേരുകൾ വിളിച്ചു പറഞ്ഞാൽ അത് പകപോക്കൽ എന്ന് വരുത്തി തീർക്കാനാണ് ഈ തിടുക്കത്തിലുള്ള നടപടി.